ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മാല വരുന്നുണ്ട്, പിന്നെ എന്താ പറയുക റിങ്, അതുപോലെ തന്നെ എല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ചിലപ്പോൾ ഈ വീഡിയോ ഒരു 10 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതിലൊക്കെ ജസ്റ്റ് ഇതൊക്കെ ഓരോ പീസ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഓർഡർ ചെയ്താൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് ഓൾറെഡി. അപ്പോൾ നമ്മൾ അതായത് റീസെല്ലേഴ്സ് ചെയ്യുന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫോട്ടോസ് നമ്മളതിൽ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പേൾ ടൈപ്പ് വന്നിട്ടുള്ള ഒരു ഇതാണ്. ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അതായത് നമ്മൾ ഗ്യാരണ്ടി ആഭരണങ്ങൾ എന്ന് പറയുമല്ലോ, ഇമിറ്റേഷൻ ഗോൾഡ്, അതാണ് കേട്ടോ. ഇതാണ് കണ്ടല്ലോ, നല്ല കുത്തുന്ന കളറല്ല, സാധാരണ നോർമൽ ഗോൾഡിൻ്റെ കളർ തന്നെയായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് കൃത്യമായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, കാരണം നല്ല ഭംഗിയുണ്ട്. ഫുള്ളായിട്ട് ഗോൾഡനായിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം ഇത് എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മറ്റേ ഫോണിലാണെങ്കിൽ എനിക്ക് സ്പേസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഈ ഫോണിൽ തന്നെ എടുക്കുകയാണ്. ഇത് കുറച്ച് ക്ലാരിറ്റി കുറവാണ്, നമ്മൾ നേരിട്ട് കാണുന്ന പോലെയല്ല. പക്ഷേ നിങ്ങൾ ഫോട്ടോസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നോക്കിയാൽ മനസ്സിലാവും, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ, പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വേറെ മോഡലാണ് ഈ ഒരു ടൈപ്പ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് ഫുള്ള് സ്റ്റോൺ പേളാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പേളാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ചങ്കിരിയായിട്ടാണ് കേട്ടോ, ചങ്കിരിയായിട്ടാണ് വന്നിട്ടുള്ളത് സ്ക്രൂ. പിന്നെ അതിൻ്റെ ചെറുത് കേട്ടോ, അതിൽ ചെറുതായിട്ട് ഇതിന് കുറച്ച് റേറ്റ് കുറവാണ്, എന്നാലും അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമ്മൾ ഗോൾഡ് സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ മൂന്നല്ല, നമ്മളിപ്പോൾ കാണിക്കുന്നതൊക്കെ സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലൊക്കെ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് ഗ്രൂപ്പിൽ നോക്കിയാൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു റേറ്റ്. കാരണം ഇതിൽ ഷെയർ ചെയ്യാത്ത എന്താ വെച്ചാൽ ചില ആളുകൾ റീസെല്ലേഴ്സ് ഉണ്ട്, അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യാതെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും എന്ന് എന്നോട് 2-3 കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ ചെയ്തു. കാരണം ശരിയാണ്, കാരണം യൂട്യൂബിലാണ് എല്ലാവരും കാണുന്നതാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അപ്പോൾ അതിൽ കാണുമ്പോൾ അതിൽ ഇത്ര റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയൊക്കെ വരും, ചോദ്യങ്ങൾ വരും. അത് അതായത് അവർക്ക് ചോദ്യം വരുന്നതുകൊണ്ടായിരിക്കുമല്ലോ അവരെന്നോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അങ്ങനെയായിട്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു 3 ഐറ്റം. ഇനി വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന് അത്ര നമ്മൾ ഈ പേളിൻ്റെ അത്ര റേറ്റ് ഇല്ല, കാരണം വെച്ചാൽ പേൾ കുറച്ച് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നല്ല റേറ്റ് വരും പേളിൻ്റെ, നല്ല റേറ്റ് വരുന്നതാണ് പേൾ. ഇത് പിന്നെ സ്റ്റോണാണ് കേട്ടോ. സ്റ്റോൺ ഒരു ഗ്ലാസ് സ്റ്റോൺ വന്നിട്ടുള്ള സ്റ്റോണാണ്. നമ്മളെ റൂബി പിങ്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു പർപ്പിൾ ഉണ്ട്, പിന്നെ ഒരു പിസ്ത. ഈ ഒരു 3 കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കാരണം ഞാനിത് സ്റ്റഡ് ഉപയോഗിക്കാറില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇടും. എനിക്ക് എൻ്റെ മുഖത്തിന് സ്റ്റഡ് ചേരില്ല വെച്ചാൽ തൂങ്ങിക്കിടന്നിട്ട് ശീലമായതുകൊണ്ടാണ് അങ്ങനെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു ഐറ്റം കൂടിയാണ് വന്നിട്ടുള്ളത്. ഇനിയുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് വന്നിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. ഇതൊക്കെ നമ്മൾക്ക് ഓൾറെഡി വന്നതാണ്. ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് കേട്ടോ. കാരണം ഏറ്റവും മൂവിങ് ഉള്ള ഐറ്റംസാണ് നമ്മൾ ഈ സ്റ്റാർ. ഇത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു വേറെ ഐറ്റം. ഇതൊക്കെ നമ്മളത് ഒരു 3-4 പീസൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ്. പിന്നെ ഈ ഒരു പീസ് അതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം ചെയിന് നമ്മൾ സിമ്പിൾ നൂലല്ല വന്നിട്ടുള്ളത്, നൂൽ ചെയിനല്ല വന്നിട്ടുള്ളത്. കുറച്ച് അത്യാവശ്യം നമ്മൾ കയ്യിൽ കിടന്നാൽ തന്നെ ഒരു 1.5 പവൻ 2 പവനൊക്കെ തോന്നിക്കുന്ന ഒരു സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റാർ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്റ്റാർ. പിന്നെ കിട്ടാൻ വകയുണ്ടായിരുന്നില്ല ഇത്, പിന്നെ നമ്മൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ പിന്നെ എടുക്കുമ്പോൾ സാധനം അവരുടെ അടുത്ത് ഉണ്ടാവില്ല, സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം 4 ഐറ്റംസാണ്. അതായത് ഒന്ന് സെയിം തന്നെയാണ്. പിന്നെ 3 ഐറ്റംസാണ് ഇതിൽ വന്നിട്ട്, 4 ഐറ്റംസ്. ഒന്ന് സ്റ്റാർ, ഇത് 4 ഐറ്റംസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് വിടുക, അല്ലെങ്കിൽ ഫോട്ടോസ് അതാക്കിയിട്ട് വിടുക കേട്ടോ. പിന്നെ ഇനി എന്താ പറയുക, പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. കാരണം ചാൻസ് കുറവായി സ്റ്റോക്ക് ഔട്ട് ആയാൽ ഇത് പെട്ടെന്ന് പോയാൽ പിന്നെ നമുക്ക് ഓർഡർ എടുത്ത് കിട്ടുമ്പോഴത്തേന് ടൈം എടുക്കും. അതുകൊണ്ടാണ്. ഇതൊക്കെ വൈറ്റാണ്. പിന്നെ ഇവിടെ ഒരു റൂബി പിങ്ക് ടൈപ്പ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റോസ് ഗോൾഡിൽ ഈ ഒരു ഐറ്റം ഏറ്റവും മൂവിങ് ഉള്ള ഐറ്റമാണ് കേട്ടോ. ഈ ഒരു മോഡൽ ഈ ഐറ്റം എന്നല്ല, എന്താ വെച്ചാൽ ഇതിൽ തന്നെ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് ചെയ്ത് പിന്നെ വേറെ കുറേ മോഡൽസ് വന്നിട്ടുണ്ട്. ഇത് നിൽക്കാതെ പോകുന്നതാണ്. അതായത് എൻ്റെ അടുത്ത് വന്ന ഉടനെ സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു ഐറ്റമാണ് ഇത്. ഞാൻ വേറെ ഒരു ഹാർട്ട് ഷേപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാക്കണം ഈ ഒരു മോതിരത്തിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. കാരണം ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്, കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ.
നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് അത്യാവശ്യം റേറ്റ് വന്നിട്ട് 100 സംതിങ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ്. പിന്നെ വന്നിട്ടുള്ളതാണ് സൂഫി സ്റ്റോൺ കേട്ടോ. സൂഫി സ്റ്റോൺ ബിഗ് സ്റ്റോൺ വന്നിട്ട് നമുക്ക് ഇതുവരെ മെറൂൺ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാണ് ബ്ലാക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 2 ബ്ലാക്കും 1 മെറൂണും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായതാണ്, പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയി ഇതൊക്കെ. കാരണം ഏറ്റവും മൂവിങ് ഉള്ള ഐറ്റംസാണ് സൂഫി സ്റ്റോണിൻ്റെ ബ്രേസ്ലെറ്റ് അതുപോലെ മാലകളൊക്കെ. കാരണം ഇത് എപ്പോഴും ട്രെൻഡിങ് ആണ്, ഏത് പ്രായക്കാർക്ക് യൂസ് ആക്കുക, സിമ്പിളാണ്, എൻ്റെ എലഗൻറ്റ് ലുക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളടുത്ത് കുറേയോളം പീസ്, ഒരു 10-25ഓളം പീസ് ഉണ്ടായിരുന്നു, കുറേ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ. പിന്നെ വന്നിട്ടുള്ളതാണ് ഇത്. ഈ വലിയ സൈസിൽ നമുക്ക് മെറൂൺ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഇതാ ബ്ലാക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലൊക്കെ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അഡ്ജസ്റ്റബിൾ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇതൊക്കെ. നല്ല മൂവിങ് ഉള്ള റേറ്റാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ ഓൾറെഡി കാറ്റലോഗിലല്ല നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ വന്നിട്ടുള്ളതാ ഈ ഒരു മോഡൽ ചെയിനാണ് കേട്ടോ. ഇത് 6 പിടിയിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു മോഡലാണ് കേട്ടോ. ഈ ഒരു ഡബിൾ ബോക്സ് ചെയിനായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഒറ്റ ബോക്സ് ചെയിനല്ല, ഡബിൾ ബോക്സ് ചെയിൻ. നല്ല ഒരു മയില് പീക്കോക്കിൻ്റെ ഒരു ഇതിൽ വന്നിട്ടുള്ള ഒരു ലോക്കറ്റ്സാണ്. അതുപോലെ തന്നെ ഇത് ഹാർട്ട് വന്നിട്ടുള്ള ലോക്കറ്റാണ്. സെയിം തന്നെയാണ്, റേറ്റിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ചെയിൻ സെയിം തന്നെയാണ് കേട്ടോ. കണ്ടല്ലോ, ചെയിൻ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഫോട്ടോസും ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയൂട്ടോ. ഗ്രൂപ്പിൽ ഓൾറെഡി ജോയിൻ ഉള്ള ആളുകൾക്കറിയാം, അല്ലാത്തവർക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി, നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ്, ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മൾ കുറച്ച് മുന്നത്തേൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിലുണ്ടായിരുന്നു. ഇതാ ഈ ഒരു ലോക്കറ്റ് നമ്മൾ പുതിയതായിട്ടാണ് കേട്ടോ. ഇത് 8 പിടിയാണ്. പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും എന്താണ് 8 പിടി 6 പിടി 5 പിടി എന്നറിയില്ല എന്ന് പറയും. അപ്പം നമ്മൾ സാധാരണ മാല കഴുത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ മാല ഊരിയിട്ട് ഈ ഒരു പിടുത്തം, അതായത് ഇങ്ങനെ ഒരു പിടുത്തം ഉണ്ടല്ലോ. ഇതൊരു പിടി, 2 പിടി, 3 പിടി, 4 പിടി. 4 പിടിയായപ്പോൾ 2 ഭാഗത്തും കൂടെ അല്ലേ നമ്മൾ 4 പിടിച്ചത്. അപ്പോൾ ടോട്ടലി 8 പിടി. ഇത് 8 പിടിയുടെ ചെയിനാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരു ബട്ടർഫ്ലൈയുടെ ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബട്ടർഫ്ലൈ വന്നിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ആ ചെയിനിന് പകരമായിട്ട് വന്നിട്ടുള്ള ചെയിനാണ് ഇത്. പക്ഷേ ആ ചെയിൻ ഒന്നുകൂടി തിക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നുകൂടി ഒരു ഇതുണ്ടായിരുന്നു. ഇത് അത്രത്തോളം ഒരു ഇതില്ല, എന്താ പറയുക, റൗണ്ടല്ല, ഇതൊരു ചതുരാണ് വന്നിട്ടുള്ളത്. മറ്റേതൊരു റൗണ്ട് ഷേപ്പായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു ചതുര ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. കാരണം ഈ ലോക്കറ്റ്സിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 200 രൂപയുടെ അടുത്തോളം വരുന്നുണ്ട് ഈ ലോക്കറ്റ്സിന്. കാരണം ഇത് കണ്ടോലോ, വൈറ്റിൽ ഇനാമിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരു സ്റ്റോൺ വന്നിട്ടുള്ള ടൈപ്പാണ്. കുറച്ച് വലിയ ലോക്കറ്റ്സിനൊക്കെ നല്ല കാണാൻ ഭംഗിയുള്ള ലോക്കറ്റ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 200 രൂപയുടെ അടുത്തുള്ള, 150 മുകളിലോട്ട് റേറ്റ് തന്നെ തുടങ്ങുന്നത്. നമ്മൾ ഈ ഒരു ടൈപ്പുകളൊക്കെ അത്യാവശ്യം റേറ്റ്, ഇതൊക്കെ 100 സംതിങ്ങിൻ്റെ വരുന്നതാണ് കേട്ടോ. ലോക്കറ്റ്സിന് റേറ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചെയിനും റേറ്റ് കൂടുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ, ഇത് 8 പിടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ കേട്ടോ. ഈ ഒരു മോഡൽ എൻ്റെ അടുത്ത് ആദ്യം ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ ഒരു ലോക്കറ്റ്, അത് സിമ്പിളായിട്ട്, അതായത് ഈ ഒരു നൂൽ ചെയിൻ ഉണ്ടാവുമല്ലോ, ഇത് പരസ്പരത്തിൻ്റെ ചെയിനാണ്, ഈ നൂൽ ചെയിനാണ് പോയിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ചെയിൻ ആവണം. അതായത് അധികം വാരി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മൾ എടുപ്പ് തോന്നിക്കാത്ത ചെയിനുകൾ, എന്നാലോ ലോക്കറ്റ് നല്ല വലുതും വേണം. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എല്ലാവരും എന്നോട് അത് അങ്ങനത്തെ ടൈപ്പാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ വലിയ ലോക്കറ്റ്സുകളൊക്കെ ഇറക്കൽ തുടങ്ങിയത് കേട്ടോ. പുറത്ത് നല്ല സൗണ്ട് ഉണ്ട്, വണ്ടികളൊക്കെ പോകുന്ന സൗണ്ടുകളുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പരസ്പരത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി 8 പിടിയിലോട്ടോ 6 പിടിയിലോട്ടോ ഒക്കെ വാങ്ങിക്കൊടുക്കാം, ചെയ്ത് കൊടുക്കുക, ലോക്കറ്റ്സ് മാറ്റി കൊടുക്കുക. അല്ല ഇതേപോലത്തെ നമ്മൾ ഈ ഒരു സിമ്പിൾ ബോക്സ് ചെയിൻ വന്നിട്ടുള്ളതിൽ നമുക്ക് 5 പിടിയിലും വന്നിട്ടുണ്ട്, 6 പിടിയിലും വന്നിട്ടുണ്ട്. അതിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇത് നല്ല റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. നമ്മൾ കാറ്റലോഗിൽ കൊടുക്കും, കാറ്റലോഗിലല്ല പിന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ. കാറ്റലോഗിൽ കൊടുക്കാത്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. എൻ്റെ അടുത്ത് വെച്ചുകൊണ്ടിരിക്കാൻ കൂടുതൽ പീസില്ല, കൂടുതലുണ്ടെങ്കിൽ നമുക്കത് അതിലുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് കൂടുതൽ പീസ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. കാരണം ഈ ഒരു ലോക്കറ്റ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി. പിന്നെ വന്നിട്ടുള്ളതാണ് ഇത്.
പിന്നെ ഇതാ ഈ ഒരു മോഡൽ നമ്മൾ ബട്ടർഫ്ലൈ പെട്ടെന്ന് തന്നെ പോയതാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കന്ന് കൊടുക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോഴും കൊടുക്കാനില്ല, ഇപ്പോഴും. കാരണം ഇതിനൊക്കെ ഞാൻ പറഞ്ഞു, ഈ ഒരു ലോക്കറ്റിനൊക്കെ 200 രൂപയുടെ മുകളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് 200 രൂപയല്ല, 150 രൂപയുടെ മുകളിലോട്ട് വരുന്നുണ്ട്. 200 രൂപയ്ക്ക് അടുത്ത് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ പീസ് വാങ്ങി വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് നമ്മൾ മുടുക്കുന്നത് അതിൻ്റെ പോലെ തന്നെയാണ്. അതിൽ വെറൈറ്റീസാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നത്. ഈ ഒരു 3ഉം സെയിം റേറ്റിന് വന്നിട്ടുള്ളത്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ബോക്സ് ചെയിൻ തന്നെ, നമ്മൾ നേരത്തെ കണ്ടല്ലോ ബോക്സ് ചെയിൻ, ഡബിൾ ബോക്സ് ചെയിൻ, ആ ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇത് 8 പിടി ഉണ്ടാവും. മറ്റേത് നമ്മൾ 6 പിടിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. 1 2 3 4, ഇത് 8 പിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ 6 പിടിയിലാണ് വന്നിട്ടുള്ളത്. ഇത് 8 പിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ബോക്സ് ചെയിൻ. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, 400 രൂപയുടെ അടുത്തോളം, അതായത് 300 സംതിങ് വരുന്നുണ്ട്. കാരണം ഈ ലോക്കറ്റിന് ഞാൻ പറഞ്ഞു, ഈ മാലക്കും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് റീസെല് ചെയ്യണമെങ്കിലും കൊടുക്കാം. പക്ഷേ നമ്മൾ കടയിൽ പോയിട്ട് എങ്ങനെയാണെങ്കിൽ 400 സംതിങ് 500 രൂപയൊക്കെ അടുത്ത് എന്തായാലും വരുന്നുണ്ട്. കാരണം ഞാൻ കുറേ അന്വേഷിച്ചും കുറേ നോക്കിയിട്ടുള്ളതാണ്. കാരണം അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു 150 രൂപയുടെ സാധനം കടയിലൊക്കെ 300 ഒക്കെ സംതിങ് ഒക്കെ വരുന്നത്. കാരണം അതുണ്ടാവും കടക്കാർ, അവർക്ക് സ്റ്റാഫിൻ്റെ ഇതും പിന്നെ കടയുടെ വാടകയൊക്കെ കൊടുത്തിട്ട് വേണമല്ലോ എടുക്കാൻ. പിന്നെ ഇതും സെയിം റേറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്, കാരണം ചെയിനിന് വ്യത്യാസമുണ്ട്. ഇത് വേറെ ചെയിനാണ്, ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ ഈ ഒരു ചെയിൻ കണ്ടല്ലോ, ഈ ഒരു ചെയിൻ കണ്ടില്ലേ, അതിൻ്റെക്കാട്ടിലും കുറച്ച് ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ചെയിനാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. റൗണ്ടല്ല, ഇത് റൗണ്ട് തന്നെയാണ്, പക്ഷേ എനിക്കൊരു അത്ര ഒരു ഇതില്ല. കഴുത്തിലിട്ടാൽ നേരെ നിൽക്കും, നേരെ കൈയല്ല, ഒരു എന്താ പറയുക, ഞാൻ വിചാരിച്ച മോഡലല്ല എനിക്ക് കിട്ടിയത്, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനും, കണ്ടല്ലോ. ഇത് നിങ്ങളിങ്ങനെ വളഞ്ഞ് പിളിഞ്ഞിരുന്നിരിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നണ്ട. കാരണം വെച്ചാൽ നമ്മൾ കഴുത്തിലിടുമ്പോഴേ ഫ്ലെക്സിബിളായിട്ടുള്ള അറിയുള്ളൂ. കാരണം എനിക്ക് നിങ്ങൾ ഗ്യാരണ്ടി യൂസ് ആക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. കാരണം ഇത് ഒരു കടുംപിടുത്തായിരിക്കും വെക്കുക. ഷൂ യൂസാക്കി ഒന്ന് തയക്കം വന്നാലേ ഇത് ഇതാവുള്ളൂ കേട്ടോ. ഇതാണ് ഈ ഒരു ലോക്കറ്റ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഈ ലോക്കറ്റ്, എനിക്ക് ഇഷ്ടമായതാണ്. ഇത് നമ്മൾ 2 ലോക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ബട്ടർഫ്ലൈ 1 പീസേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു മോഡലാണ് ഞാൻ പറഞ്ഞു, ഈ ഒരു മോഡലാണ് പിന്നെ വന്നിട്ടുള്ളത്, ഞാൻ കാണിച്ചെന്നല്ലോ. പിന്നെ വന്നിട്ട് ഇത്ര തന്നെയുള്ളൂ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ പരസ്പരത്തിൻ്റെ ആണ് വന്നിട്ടുള്ളത്. പരസ്പരത്തിൽ നമുക്ക് ഇനിയിപ്പോൾ ഏത് ചെയിനും നിങ്ങൾക്ക് പരസ്പരത്തിലോട്ട് ആഡ് ആക്കണമെങ്കിൽ അങ്ങനെ ആഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ആക്കാം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ചെയിനിൻ്റെ കളക്ഷൻസും എല്ലാം ഇത്രയേ ഉള്ളൂ. ഇനി ന്യൂ കളക്ഷൻസ് വരികയാണെങ്കിൽ നമ്മൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കാം. മറ്റൊരു വീഡിയോ ഇട്ടുടൻ വരുന്ന. ടേക്ക് കെയർ, ബൈ.